ഒരിക്കൽ സീം വലുതായി മഹാനവറുകൾ വെള്ളിമാട് കുന്നിൽ ഒരു വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ വന്ന ഉടനെ പല ആളുകളും മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെലവൂർ KC അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നല്ല പാട്ടുകാരനായിരുന്നു. പഴയ കാലത്ത് റേഡിയോയിലൊക്കെ വെള്ളിയാഴ്ച 8:35 മുതൽ 9 മണി വരെ നല്ല മാപ്പിളപ്പാട്ട്, പഴയ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോ ഉപയോഗിക്കുന്ന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മാപ്പിളപ്പാട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹൊക്കെ പാടുന്ന ഒരു നല്ലൊരു ആളായിരുന്നു KC അബൂബക്കർ കുട്ടി സംഘം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. കുറച്ച് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് സംഭവം നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ സീം വലുതായി മഹാനവറുകൾ വെള്ളിമാട് കുന്നിലൊരു വീട്ടിലുള്ള സമയത്ത് ആളുകൾ ഇങ്ങനെ വരുന്നു. CM വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ ആളുകൾ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന് പാട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആദ്യമായിട്ടൊരു പാട്ട് ഉണ്ടാക്കിയതാണ്. ഒരു പാട്ട് വീട്ടിൽ എഴുതി വെച്ച് അതിങ്ങനെ കാണാതെ പഠിച്ച് ആ പാട്ടിലേക്ക് ആ പാട്ട് തുടക്കത്തിലാണ്, പാട്ടിലേക്ക് ഈ പാടൽ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്താണ് സീം വലുതായി ഇവിടെ വന്നത്. അപ്പം ഇയാളിങ്ങനെ ഒരു പാട്ടിൻ്റെ ആളാണെന്ന്, പാട്ട് പാടുന്ന ആളാണെന്ന് ജനങ്ങൾക്കറിയാം. ചെറിയ വേദികളിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ സീം വലുതായിൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞൊരു പാട്ട് പാടുന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ സീം വലുതായി അവരോട് പറഞ്ഞു, എന്നാലും അവരോടൊരു പാട്ട് പാടാൻ പറയുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഒരു പാട്ട് പാടുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പാട്ട് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല, പഠിച്ച ഭാഗം അങ്ങോട്ട് പാടി. അഹദായ തമ്പുരാൻ ആദ്യം പാടിച്ചുള്ള അംബിയ രാജാ മുഹമ്മദരെ എന്നുള്ള പാട്ടാണ്. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ പാട്ട്. അങ്ങനെ എഴുതിയിട്ട് ഇതങ്ങോട്ട് പാടി. ഇത് പാടി ലാസ്റ്റ് അതിൻ്റെ പല്ലവി എന്ന് പറയും, പാട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം, ഒരു പാരഗ്രാഫ് മോഡല്. അത് അദ്ദേഹത്തിന് ശരിക്കും അത് തെറ്റ് തീർത്ത് പഠിച്ചിട്ടില്ല. ആ ഭാഗം അദ്ദേഹം എന്താക്കിയില്ല, പാടിയിട്ടില്ല. ബാക്കിയുള്ള 4-5 ഇത് പാടി. ലാസ്റ്റ് ഭാഗം അതിലൊരു ചിലപ്പം തെറ്റിപ്പോവോ, അപ്പോൾ തെറ്റിയാൽ ഇതുവരെ പാടി ബാത്തിലാവും എന്നുള്ള എനിക്ക് എന്ത് ചെയ്തില്ല, മൂപ്പരത് പാടാതെ അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇയാൾ വീട്ടിൽ നിന്ന് പാട്ടുണ്ടാക്കി എഴുതി വെച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CM വലുതായി വന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവിടെ എത്തി പാട്ട് പാടിയ ഉടനെ CM വലുതായി വിളിച്ചു. ആ പാട്ട് പാടിയാൽ ആളെ വിളിക്കുമെന്ന്. ആളെ വിളിച്ച് എടുത്തേക്ക് വിളിച്ചിട്ടു, എന്താ നിങ്ങൾ പൂർത്തിയായിട്ട് പാടാതിരുന്നത്, നിങ്ങളെന്താ ഫുള്ള് പാടാതിരുന്നത്? ഇയാളെ അറിയുന്നുണ്ടെന്ത്? ഇയാൾ പറയാണ്, നേരിട്ട് എന്നോട് പറഞ്ഞതാണ് അന്ന് കുറച്ച് മുമ്പ്. ഞാൻ ആ പാടാത്ത ഭാഗം എനിക്കേ അറിയുള്ളൂ. വേറൊരാളോട് ഇനി കുറഞ്ഞൊരു ഭാഗം പാടാനുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി 4 വരിയോടെ ഉണ്ട്, അത് ഞാൻ പഠിച്ചിട്ടില്ല എന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് CM വലുതായി നേരിട്ട് വിളിച്ചിട്ട് പാട്ട് പാടി ആളെ വിളിക്കുമെന്ന് പറഞ്ഞു. അയാളെ വിളിച്ചു. പാട്ട് ഉഷാറായിട്ടുണ്ട്, കുറഞ്ഞ ഭാഗം കൂടി പാടാനുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് പാടാതിരുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, അത് പഠിക്കണം, നല്ല പാട്ടാണെന്ന്. അപ്പോൾ അയാൾ മൂപ്പര് ആദ്യമായിട്ട് ഉണ്ടാക്കിയ പാട്ട് അഹദായ തമ്പുരാൻ ആദ്യം പഠിച്ചുള്ള അംബിയ രാജ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ നല്ലൊരു മുത്തുനബിനെ ഒരു പുകഴ്ത്തി പാടുന്ന നല്ല പാട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള, അതായത് മറഞ്ഞ കണ്ണുകൊണ്ട് കാണാനുള്ള, അപ്പം മൂപ്പര് പറയാം, അത് എനിക്ക് വല്ലാതൊരു ആദ്യം CM വലുതായി മഹാനവറുകൾ കാണുന്ന അതോടുകൂടിയായിട്ട് ബന്ധം, എൻ്റെ മനസ്സിലുള്ള കാര്യം അങ്ങോട്ട് പറയുന്ന ആ ഒരവസ്ഥയായി. എന്നിട്ട് മഹാനവറുകൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഈ അബൂബക്കർ എന്ന ആളിപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു അവർക്ക് നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ CM വലുതായി മഹാനവറുകളുമായി ഇടപഴകിയ ആളുകൾക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങളാണ്. ചിലപ്പോൾ മനസ്സിലുള്ള ഇങ്ങോട്ട് പറയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇന്ന ആവശ്യത്തിനല്ല വന്നത് എന്നിങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരുപാട് ആളുകൾ
അല്ലാഹു തആല സി.എം. വലിയുള്ളാഹി മഹാനവറുകളുടെയൊക്കെ മദദ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഈ വിദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അവരുടെ ശർറിൽ നിന്ന് വിശ്വാസികളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.